CAD/CAM organization. CAD/CAM is concerned with engineering functions in both design and manufacturing. അതായത് ഡിസൈനിലും മാനുഫാക്ചറിങ്ങിലുള്ള എൻജിനീയറിംഗ് ഫങ്ഷൻസ് ഇനി സിമ്മിലോട്ട് വരുമ്പോൾ ബിസിനസ് ഫങ്ഷൻസ് ഇവിടെ ചെയ്യും. അപ്പം ഇത് രണ്ടും ഈ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ മാനുവൽ വർക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് CAD/CAMൻ്റെ ഫങ്ഷൻ, അതായത് കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിക്കുന്നതിനുള്ള മെച്ചം. ഇനി ഈ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോഡക്റ്റ് ഡിസൈൻ, എൻജിനീയറിംഗ് അനാലിസിസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഡിസൈൻ. ഇപ്പോൾ പ്രോഡക്റ്റ് ഡിസൈൻ അറിയാം, നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിസൈനിലെ ജിയോമെട്രിക് മോഡലിംഗ്, എൻജിനീയറിംഗ് അനാലിസിസ്, ഡിസൈൻ റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ, ഓട്ടോമേറ്റഡ് ഡ്രാഫ്റ്റിംഗ്, ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്രാഫ്റ്റിംഗ് ആണ്, അതാണ് എൻജിനീയറിംഗ് ആക്ടിവിറ്റീസ്. ഇനി മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് നോക്കാം. പ്രോസസ് പ്ലാനിങ്. പ്രോസസ് പ്ലാനിങ് നമ്മൾ പറഞ്ഞു റൂട്ട് ഷീറ്റ്, അതായത് ഒരു റോ വർക്ക് പാർട്ട് ഓർ വർക്ക് പീസ് ഏതൊക്കെ സ്റ്റേഷനിലൂടെ എത്ര ടൈം ഏതൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകണം എന്നതിനാണ് റൂട്ട് ഷീറ്റ് എന്ന് പറയുക. അതിനാണ് ആ റൂട്ട് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനാണ് പ്രോസസ് പ്ലാനിങ് എന്ന് പറയുക. അടുത്ത NC പാർട്ട് പ്രോഗ്രാമിംഗ്. കോംപ്ലക്സ് ജിയോമെട്രീസ് മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ തന്നെ ജനറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ്. ഇപ്പോൾ ടൂളിൻ്റെയും വർക്ക് പീസിൻ്റെയും മോഷൻസ് കൺട്രോൾ ചെയ്യുക ഈ കമ്പ്യൂട്ടർ ജനറേറ്റഡ് പ്രോഗ്രാം വഴി വർക്ക് ചെയ്യുന്ന, ആ പ്രോഗ്രാം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന CNC ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ ടൂൾസ് ആയിരിക്കും. ഇനി ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്, ഫിഗർ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫാക്ടറി ഓപ്പറേഷൻസ് നമുക്ക് കാണിച്ചിരിക്കുന്നതാണ് ഫാക്ടറി ഓപ്പറേഷൻസ്. ഇപ്പോൾ ഫാക്ടറി ഓപ്പറേഷൻസിൻ്റെ സബായിട്ട് എന്തൊക്കെയാണ് അത് വരും നമുക്ക് നോക്കാം. ഡിസൈൻ, മാനുഫാക്ചറിങ് പ്ലാനിങ്, മാനുഫാക്ചറിങ് കൺട്രോൾ, ബിസിനസ് ഫങ്ഷൻസ്. അപ്പം ഡിസൈൻ, മാനുഫാക്ചറിങ് പ്ലാനിങ് ആൻഡ് മാനുഫാക്ചറിങ് കൺട്രോൾ, ഇത്രയും കാര്യങ്ങളാണ് CAD/CAM ഓർ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് ഓർ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനി ഇതിൻ്റെ കൂടെ ബിസിനസ് ഫങ്ഷൻസൂടെ ചേരുമ്പോഴാണ് അത് സിമ്മിൻ്റെ തലത്തിലോട്ട് വരിക, അതായത് കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ്ങിലോട്ട് വരിക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ CAD/CAM denotes the integration of design and manufacturing. അതായത് ഡിസൈനും മാനുഫാക്ചറിങ്ങും തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം ഡിസൈനും മാനുഫാക്ചറിങ് തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം പണ്ട് കാലങ്ങളിലൊക്കെ അത് രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ CAD/CAM can be considered as or it is concerned with engineering functions in design and manufacturing, that is product design, analysis and documentation. Documentation means drafting. So in the conventional procedure, അതായത് പണ്ട് ഫോളോ ചെയ്യുന്ന ഈ കമ്പ്യൂട്ടർ സിസ്റ്റം വരുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലാണ് നമ്മൾ പറയുന്നത്. കൺവെൻഷണൽ പ്രൊസീജിയറിൽ ഇപ്പോൾ കൺവെൻഷണൽ പ്രൊസീജിയറിൽ ഡ്രാഫ്റ്റ്മാൻ ആ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്നു. ഇനി ആ ഡ്രോയിങ് മാനുഫാക്ചറിങ് എഞ്ചിനീയേഴ്സിൻ്റെ അടുത്തെത്തുന്നു. ആ മാനുഫാക്ചറിങ് എഞ്ചിനീയേഴ്സാണ് അതിന് ആ പ്രോഡക്റ്റ് ഓർ ആ പാർട്ട് ഫോം ചെയ്യാൻ വേണ്ട പ്രോസസ് പ്ലാൻ തയ്യാറാക്കുന്നത്. ഇനി ഇതൊരു 2 സ്റ്റെപ്പ് പ്രൊസീജിയറായിരുന്നു. അതായത് ഡ്രാഫ്റ്റ്സ്മാൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു ഓർ ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് മാനുഫാക്ചറിങ് എഞ്ചിനീയേഴ്സ് എടുത്തെത്തുമ്പോൾ അവർ ആ ഡ്രോയിങ്സ് വെച്ചൊരു പ്രോസസ് പ്ലാൻ തയ്യാറാക്കുന്നു. ഈ 2 സ്റ്റെപ്പ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് ടാസ്ക് ആയിരുന്നു. ഇനി CAD സിസ്റ്റം വന്നതോടെ, CAD/CAM വന്നതോടെ വി ഹാവ് ഡയറക്റ്റ് ലിങ്ക് ബിറ്റ്വീൻ ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഡിസൈൻ ഒരു സ്റ്റെപ്പ്, മാനുഫാക്ചറിങ് അടുത്ത സ്റ്റെപ്പ്, ഒരു 2 സ്റ്റെപ്പ് പ്രൊസീജിയർ. ഇനി അത് മാനുവലി ചെയ്തുകൊണ്ട് തന്നെ ടൈം കൺസ്യൂമിങ് ആണ്, എറർ പ്രോണും ആണ്. ഇനി CAD/CAM എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ഓട്ടോമേറ്റ് ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ്. അതായത് ഡിസൈനും മാനുഫാക്ചറിങ് തമ്മിലുള്ള ട്രാൻസിഷൻ, അതായത് ഈ 2 സ്റ്റെപ്പ് നമ്മളൊരു സിംഗിൾ സ്റ്റെപ്പിലോട്ട് ഓർ അതിൻ്റെ ലാഗ് കുറച്ച് കൊണ്ടുവരികയാണ്. അതായത് ഇവിടെ നടക്കുന്നത് CAD സിസ്റ്റം ഒരു ഡിസൈൻ സ്പെസിഫിക്കേഷനെ, അതായത് ഒരു ഡ്രാഫ്റ്റ്സ്മാൻ ഇപ്പോൾ നമ്മൾ CAD-ൽ പ്രിപ്പയർ ചെയ്യുന്ന ഡ്രോയിങ്ങിനെ CAD സിസ്റ്റം തന്നെ ഒരു പ്രോസസ് പ്ലാനായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ,
അത്രയും ക്യാപ്പബിലിറ്റീസ് ഉള്ള സോഫ്റ്റ്വെയർസ് ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ ഡിസൈൻ പ്രിപ്പയർ ചെയ്താൽ ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യേണ്ട പ്രോസസ് പ്ലാൻ സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്യും. ഇനി ആ പാർട്ട് പ്രോസസ് പ്ലാൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് മെഷീൻ ചെയ്യുന്ന പാർട്ട് പ്രോഗ്രാമിംഗ് NC പാർട്ട് പ്രോഗ്രാമിംഗ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ NC പാർട്ട് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്യും. ഈ ജനറേറ്റ് ചെയ്യുന്ന പാർട്ട് പ്രോഗ്രാം മെഷീൻ ടൂളിലോട്ട്, അതായത് CNC മെഷീനിലോട്ട് ഒരു നെറ്റ്വർക്ക് വഴി, അത് വയേർഡ് നെറ്റ്വർക്ക് വഴി സെൻഡ് ചെയ്യണം. അങ്ങനെ സെൻഡ് ചെയ്ത ആ പ്രോഗ്രാം വെച്ചാണ് CNC മെഷീൻ ടൂളിൽ വർക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് റിക്വയർഡ് പാർട്ട് മെഷീൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് CAD സിസ്റ്റം യൂസ് ചെയ്തതിനുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ പ്രോഡക്റ്റ് ഡിസൈൻ, NC പാർട്ട് പ്രോഗ്രാമിംഗ്, പ്രൊഡക്ഷൻ, ഓൾ തിങ്സ് ആർ ഇംപ്ലിമെൻറ്റഡ് ബൈ കമ്പ്യൂട്ടർ. ഇതെല്ലാം കൂടെ കമ്പ്യൂട്ടർ സഹായത്തോടെയാണ് ചെയ്യുന്നത്. ആദ്യം പറഞ്ഞ 2 സ്റ്റെപ്പ് പ്രൊസീജിയർ, അതായത് ഡ്രാഫ്റ്റ്സ്മാൻ ഡിസൈൻ ചെയ്യുന്നു, ഇനി മാനുഫാക്ചറിങ് എഞ്ചിനീയേഴ്സ് അതിന് പ്രോസസ് പ്ലാൻ തയ്യാറാക്കുന്നു. പക്ഷേ CAD സിസ്റ്റം ഉപയോഗിക്കുന്നതിലൂടെ ഇത്രയും സ്റ്റെപ്സ് എലിമിനേറ്റ് ആയി നമ്മൾ ഡ്രോയിങ്സിൽ നിന്ന് തന്നെ കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ് ജനറേറ്റ് ദ പ്രോസസ് പ്ലാൻ ആൻഡ് NC പാർട്ട് പ്രോഗ്രാമിംഗ് ടു മെഷീൻ ദ പാർട്ട്, ആൻഡ് ദിസ് NC പാർട്ട് പ്രോഗ്രാം ഈസ് സെൻഡ് ടു ദ മെഷീൻ ടൂൾ ത്രൂ എ നെറ്റ്വർക്ക് ആൻഡ് required machining operations are performed automatically. So there is a direct link between design and manufacturing, and lag is eliminated. So that's the advantage of using CAD/CAM system in design and manufacturing. Now we come to computer integrated manufacturing. നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ്ങിലോട്ട് വരുമ്പോൾ നേരത്തെ അതേ ഫിഗർ തന്നെ ഫാക്ടറി ഓപ്പറേഷൻസ്, ഡിസൈൻ, മാനുഫാക്ചറിങ് പ്ലാനിങ്, മാനുഫാക്ചറിങ് കൺട്രോൾ, ബിസിനസ് ഫങ്ഷൻസ്. ഈ ബിസിനസ് ഫങ്ഷനും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അത് കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് ആവുന്നത്. ഇനി ഡിസൈനിലെ സ്റ്റെപ്സ് നോക്കാം. നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഡിസൈൻ, ലാസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞതുപോലെ ജോമെട്രിക് മോഡലിംഗ്, എഞ്ചിനീയറിംഗ് അനാലിസിസ്, ഡിസൈൻ റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ, ഓട്ടോമേറ്റഡ് ഡ്രാഫ്റ്റിംഗ് മീൻസ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഡിസൈൻ. ഇനി മാനുഫാക്ചറിങ് പ്ലാനിങ്ങിലോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ്? കോസ്റ്റ് എസ്റ്റിമേഷൻ, കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ്, NC പാർട്ട് പ്രോഗ്രാമിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് വർക്ക് സ്റ്റാൻഡേർഡ്സ്, MRP, കപ്പാസിറ്റി പ്ലാനിങ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഇനി ക്യാമിലോട്ട് വരുമ്പോൾ പ്രോസസ് കൺട്രോൾ, പ്രോസസ് മോണിറ്ററിങ്, ഷോപ്പ് ഫ്ലോർ കൺട്രോൾ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഇൻസ്പെക്ഷൻ. ഇനി ബിസിനസ് ഫങ്ഷൻസ്. Business function means computerized business systems, that is order entry, accounting, payroll, customer billing. അപ്പോൾ ഈ ബിസിനസ് ഫംഗ്ഷൻ, ഒരു ഫേമിൻ്റെ ബിസിനസ് ഫംഗ്ഷനും കൂടെ CAD/CAM സിസ്റ്റത്തിലൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അത് കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ്ങിലോട്ട് വരിക. അപ്പോൾ നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ സിം മീൻസ് കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് മീൻസ് എഞ്ചിനീയറിംഗ് ഫങ്ഷൻസ് ആസ് വെൽ ആസ് ബിസിനസ് ഫങ്ഷൻസ്. സോ SIM includes all the functions from receipt to product shipment. അതായത് ഒരു ഫേമിന് ഒരു പ്രൊഡക്റ്റിൻ്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു പുറത്തുനിന്ന് ഒരാൾ ഇന്ന പ്രൊഡക്റ്റ് വേണം, ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് റിക്വയർമെൻറ്റ്സ്, ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് പാർട്സ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഓർഡർ റെസിപ്റ്റ് അതായത് ഓർഡർ കിട്ടുന്നത് തൊട്ട് ആ പ്രൊഡക്റ്റ്, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഷിപ്പ് ചെയ്യുന്നതിനുള്ള എല്ലാ ആക്ടിവിറ്റീസും കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ്ങിൽ വിടും. ഇറ്റ് ഈസ് പെർവേസീവ് ത്രൂ ഔട്ട് ദ ഫേം. അതായത് ആ ഫേം മൊത്തം വ്യാപിച്ച് കിടക്കുകയാണ്. അതായത് ഓർഡർ കിട്ടുന്ന ആ ഇൻസ്റ്റൻറ്റ് തൊട്ട് ആ പ്രൊഡക്റ്റ് ഷിപ്പ് ചെയ്യുന്ന എല്ലാ ഘട്ടങ്ങളിലും വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ് കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ്. സോ ഇൻ കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ്, ഔട്ട്പുട്ട് ഓഫ് ആൻ ആക്ടിവിറ്റി സെർവ്സ് ആസ് എ ഇൻപുട്ട് ഫോർ ഓഫ് ദ നെക്സ്റ്റ്. അതായത് ഒരു ചെയിനായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു ആക്ടിവിറ്റീൻ്റെ ഔട്ട്പുട്ട് തൊട്ടടുത്ത ആക്ടിവിറ്റീൻ്റെ ഇൻപുട്ടായിട്ട് വർക്ക് ചെയ്യും. ദാറ്റ് ഈസ് എന്തൊക്കെ വരും? സെയിൽസ് ഓർഡർ മുതൽ പ്രോഡക്റ്റ് ഷിപ്മെൻറ്റ് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് വഴി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. കസ്റ്റമർ ഓർഡേഴ്സ് ആർ എൻറ്റേർഡ് ഇൻ ടു ഓർഡർ എൻട്രി സിസ്റ്റം. അതായത് ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്ന് ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് പാർട്സിന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അത്രയും റിക്വയർമെൻറ്റ് നമ്മൾ സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്യും. ഈ ഓർഡർ
നമ്മൾ എൻ്റർ ചെയ്യുന്ന ഓർഡർ കണ്ടെയ്ൻസ് പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻ, അതായത് ഏത് മെറ്റീരിയലാണ്, സപ്പോസ് ഏത് മെറ്റീരിയലാണ്, അതിൻ്റെ സൈസ്, മറ്റ് സ്പെസിഫിക്കേഷൻസ്. ഓക്കെ, മറ്റ് സ്പെസിഫിക്കേഷൻസ് ആ ഓർഡറിനകത്ത് ഉണ്ടാകും. ഇനി പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻ ഗോസ് ടു ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിലൂടെയാണ് ഈ പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻ പോവുക. അപ്പോൾ ഈ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷന് അനുസരിച്ച് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാനാണ് ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷൻ. പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷൻ. അങ്ങനെ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു, ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യുന്നു, ബിൽ ഓഫ് മെറ്റീരിയൽസ് കമ്പയർ ചെയ്യുന്നു. ബിൽ ഓഫ് മെറ്റീരിയൽസ് മീൻസ് റോ മെറ്റീരിയലിൻ്റെ ബില്ല്. അതായത് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു മീൻസ് അതിൻ്റെ പിന്നെ അതിന് ശേഷം അതിൻ്റെ ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യുന്നു. ഇനി അതിന് എത്ര റോ മെറ്റീരിയലാണ് വേണ്ടത്, ഏത് ടൈപ്പാണ് റോ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷനും കൂടെ ചെയ്യുന്നു. ഇനി പ്രോഡക്റ്റ് ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് ഔട്ട് serves as the output of product design department serves as the input to manufacturing department. അപ്പോൾ പ്രോഡക്റ്റ് ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് ഔട്ട്പുട്ടാണ് മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻപുട്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നു, പ്രോസസ് പ്ലാൻ തയ്യാറാക്കുന്നു, ടൂൾ ഡിസൈൻ, ഫിക്സ്ചർ ഡിസൈൻ. അപ്പോൾ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രോസസ് പ്ലാനിങ് തയ്യാറാക്കുന്നത്, ടൂൾ ഡിസൈൻ ചെയ്യുന്നത്, ഫിക്സ്ചേഴ്സ് ഡിസൈൻ ചെയ്യുന്നതൊക്കെ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇനി അപ്പോൾ അവരുടെ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ഔട്ട്പുട്ട് ഓഫ് മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഗോസ് ടു പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, PPC എന്ന് പറയും, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. സോ PPC ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് MRP ആൻഡ് ഷെഡ്യൂളിങ്. ദാറ്റ് ഈസ് MRP മീൻസ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. അതായത് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ, അതായത് ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ എത്രത്തോളം എന്ത് മെറ്റീരിയൽ വേണം, എത്ര ക്വാണ്ടിറ്റിയിൽ വേണം, ഇനി ആ മെറ്റീരിയൽ എപ്പോൾ ആ ഫാക്ടറിയിൽ ഓർ ആ ഫേമിൽ അവൈലബിൾ ആയിരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ PPC ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നത്. അങ്ങനെ ഫോം ചെയ്ത് അങ്ങനെ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആക്ടിവിറ്റി, ഒരു കൂട്ടായ ആക്ടിവിറ്റിയിലൂടെ ഈ പ്രോസസ് പ്ലാനിങ് കംപ്ലീറ്റ് ചെയ്തു, ഈ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒട്ടും ലാഗില്ലാതെ തന്നെ ആ കസ്റ്റമറിന് നമുക്ക് ആ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലൊരു ഇൻ്റഗ്രേഷൻ, അതായത് ഒരു ഓർഡർ കിട്ടുമ്പോൾ തൊട്ട് ആ പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്യുന്നോടം വരെ, അതായത് പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്യുന്നതോടം വരെ മീൻസ് ആ പ്രോഡക്റ്റ് കസ്റ്റമറിന് കൊടുക്കുന്നതോടം വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് എന്ന് പറയാം. അപ്പോൾ CAD/CAM ആക്ടിവിറ്റീസ് പ്ലസ് ബിസിനസ് ഫങ്ഷൻസ്. ഇപ്പോൾ ബിസിനസ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ പറയാം ഓർഡർ എൻട്രി, ബില്ലിംഗ്, ഇതൊക്കെയാണ് ബിസിനസ് ഫങ്ഷൻ എന്ന് പറയാം. അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും കൂടെ ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ്. ഹിയർ ദ ഔട്ട്പുട്ട് ഓഫ് one activity or one department serves as the input to the next. So we call it as computer integrated manufacturing. So with computer technology we are integrating the functions of all the departments. So we have minimum lag here and we are able to ship the product in the correct time without any delay and with less human intervention. ഒരു ഹ്യൂമൺ എഫേർട്ട് വളരെ കുറച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ്റഗ്രേഷൻ വഴി, കമ്പ്യൂട്ടർ ടെക്നോളജി വഴി ഇൻ്റഗ്രേഷൻ വഴി കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഓർഡർ എൻട്രി തൊട്ട് അതിൻ്റെ ഷിപ്മെൻറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും കമ്പ്യൂട്ടർ ടെക്നോളജി യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് എന്ന് പറയുക. താങ്ക് യു.